വെൽക്കം ബാക്ക് ടു ദി ഷോ വിനീത്. താങ്ക് യു. ഇത് സ്റ്റാജ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് ലൈഫിന്റെ പ്രത്യേകതകൾ പറയും. നല്ല ക്യാമ്പസ് ലൈഫായിരുന്നു. ഇഷ്ടംപോലെ മലയാളികൾ ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ നിർഭാഗ്യം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പെൺകുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾ മിക്കവാറും ഉണ്ടാവില്ല. എനിക്ക് അറിഞ്ഞൂടെ ഷാൻ, എനിക്ക് അതിന്റെ ലോജിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വെയിൽ കൊള്ളാനും വർക്ക്ഷോപ്പിൽ പണിയെടുക്കാനൊന്നും പെൺകുട്ടിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആമ്പിള്ളേരോട് ഈ CSE-ലും ട്രിപ്പിളിലും ECE-ലൊക്കെ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. പേഴ്സണൽ എക്സ്പീരിയൻസ്. കാസനോവിലെ ലാലേട്ടൻ പറയുന്ന പോലെ എക്സ്പീരിയൻസ്. എന്നോടത് മെക്കാനിക്കലിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിനീതിന്റെ സുഹൃത്ത് അജു പറഞ്ഞൊരു കാര്യം ഞാനിപ്പോ പ്ലേ ചെയ്യാൻ പോവാണ്. വിനീതിന്റെ ഫസ്റ്റ് ഡേ അറ്റ് കോളേജ് എങ്ങനെയായിരുന്നു? വിനീതിനെ കാര്യം സാറിന്റെ മകനായെന്നുള്ള ഇതുള്ളതുകൊണ്ട് സാറിനെ മിമിക് ചെയ്ത് കാണിക്കുക, പവിഴമല്ലിയൊക്കെ വിനീതിനെ കൊണ്ട് പാടി അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ സംഭവങ്ങൾ. പിന്നെ വിനീത് ഇടയ്ക്ക് മുങ്ങാൻ വിദഗ്ധനായിരുന്നു, റാഗിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ. കാര്യം ഈ ഡോറിൽ കൂടെ വരുന്ന സീനിയേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി ഈ സ്റ്റെപ്പിൽ കൂടെ കയറി അപ്പുറത്തെത്തോളം പേടിത്തൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ബുദ്ധിമാനായിരുന്നു. നമ്മളൊക്കെ ചെന്ന് പെടുവായിരുന്നു. ഇതൊക്കെ സത്യമാണോ? നടന്നിട്ടുള്ളതൊക്കെ തന്നെയാണ്. കോളേജ് പഠിച്ച സമയത്ത് എന്നോട് ചിന്താവിഷ്ടയ ശ്യാമളയിലെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. മുടി ചീകുമ്പോ ഏത്തപ്പഴം വരും അല്ലേ? എന്റെ ഭാര്യക്ക് ഇത്രയും സിംബോളിക്കലായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പറയിച്ചിട്ടുണ്ട്. പിന്നെ പവിഴമല്ലി എന്നെ കൊണ്ട്, അപ്പൊ അച്ഛന്റെ ഒരു നടത്തമുണ്ടല്ലോ, ഇങ്ങനെ ചാടിയുള്ള നടത്തമുണ്ടല്ലോ, പോക്കറ്റിൽ കയറ്റ്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പവിഴമല്ലി ഒന്ന് പാടോ ആ സ്റ്റൈലില്? പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസന്റെ മകനായതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയോ? ഒരു മയം ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ വിനീതിന്റെ കുറച്ച് പാട്ടുകൾ പ്ലേ ചെയ്യാൻ പോവാണ്. വിനീത് ശ്രീനിവാസന്റെ തട്ടത്തിൻ മറയത്ത് സോങ്സ് ആണ്. സോങ് നമ്പർ 1 മുത്തുച്ചിപ്പി. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. ലൈഫിൽ എപ്പോഴെങ്കിലും കത്തെഴുതിയിട്ടുണ്ടോ വിനീത്? എഴുതിയിട്ടുണ്ട്. പ്രണയലേഖനം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പില് ഈ 8 വർഷം പഴക്കമുള്ള എഴുതിയിട്ടുണ്ട്. വിനീത് കത്തെഴുതാൻ തീരുമാനിക്കാൻ കാരണം മൊബൈൽ ഉള്ളപ്പോ എന്തിനാ കത്ത്? ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരു നമ്മൾ മെയിൽ അയക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ പഴയ ആൾക്കാർ കത്തെഴുതുന്നു, ഇപ്പൊ മെയിൽ അയക്കുന്നു. പക്ഷെ കത്തിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റിട്ടേൺ ആണ്. അത് കുറച്ചുകൂടെ ഓർഗാനിക് ആണ്. നമ്മളുണ്ട് അതിൽ. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഗേറ്റ്സ് ആണ്. നമ്മുടെ ഇടയിൽ ബിൽഗേറ്റ്സ് ഉണ്ട്. അപ്പൊ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുമ്പോൾ നമ്മുടെ കൈയക്ഷരം, നമ്മുടെ പേനയിൽ നമ്മൾ എഴുതിയ സാധനം കുറച്ചുകൂടെ ഓർഗാനിക് ആണ്. അനുരാഗത്തിൻ വേളയിൽ. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഈ പാട്ടിൽ പോലെ കോളേജ് വരാന്തയിലെ പെണ്ണിനെയും കൂട്ടി നടന്നിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വടക്കൻ കേരളത്തിന്റെ ഒരു കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒന്ന് കേക്കട്ടെ. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. എന്ത് കാറ്റാണത്? അത് ഞാൻ പറയുന്നതല്ല ഷാൻ, അത് വിനോദ് പറയുന്നതാണ്. അവനെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ കൂടെ ഒരു വരാന്തയിൽ പോകുമ്പോ അവനൊരു കാറ്റ് ഷുവറായിട്ട് അടിക്കും. ആ കാറ്റ് എന്തിന്റെ കാറ്റായിരിക്കും? അതെന്തോ ഒരു കാറ്റ്. ആ പെണ്ണ് വിട്ടുപോയ അവന്റെ കാറ്റ് പോകും. അതെ, സത്യത്തിൽ അങ്ങനെ ഉണ്ടോ? പ്രേമിക്കുമ്പോൾ ഒരു കാറ്റടിക്കും, ഉള്ളിലൊരു കാറ്റടിക്കും, ശരിക്കും അടിക്കും. തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ. എല്ലാവർക്കും തോന്നിയ പോലെ ഈ തട്ടുവിട്ട പെൺകുട്ടിയോട് വിനീതിനും പ്രണയം തോന്നിയോ ഈ ഫിലിമിലെ? അങ്ങനെ സത്യം പറയണം, സത്യമായിട്ട് തോന്നിയിട്ടില്ല. കേരളം മൊത്തം ആ കുട്ടിയെ കണ്ട് പ്രേമിക്കുകയാണ്. നമുക്ക് നേരിട്ട് അറിയാലോ. തലശ്ശേരിയിൽ ഇഷ്ടം പോലെ മഞ്ചത്തി കുട്ടികളുണ്ടല്ലേ? പിന്നെ എന്തിനാ മുംബൈയിൽ നിന്ന് പെൺകുട്ടിയെ കൊണ്ടുവന്ന് തട്ടുവിട്ടത്? അവരൊന്നും സിനിമയിൽ അഭിനയിക്കാൻ കിട്ടൂല. പെണ്ണൊരു അത്ഭുതമായി തോന്നിയത് എപ്പോഴൊക്കെ വിനീതിന്? പ്രേമിച്ചപ്പോഴൊക്കെ അത്ഭുതമായിരുന്നു. ഞാൻ അത്ഭുതമല്ല, അമ്പരപ്പായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഇട്ടിട്ട് പോയപ്പോഴും അതേ അമ്പരപ്പായിരുന്നു. ഇതിലേതാണ് പെണ്ണ്? അത്ഭുതം, സമസ്യ, പ്രഹേളിക, ഇതെല്ലാം ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, മനസ്സിലാവില്ല. നമുക്കൊരു പെണ്ണിനെയും ഒരിക്കലും മനസ്സിലാവില്ല. യു ആർ റൈറ്റ്. യെസ്, ഫാന്റാസ്റ്റിക്. അതുകൊണ്ട് വിനീതിന് നെക്സ്റ്റ് സോങ്, ഈ പാടത്തിൽ ഏത് പാട്ട് വേണം ഞാനത് പ്ലേ ചെയ്തു. ഏത് വേണം? ശ്യാമാംബരം. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി. ഏത് പെൺകുട്ടിക്ക് വേണ്ടി? എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട്. ശ്യാമാംബരം.
വെൽക്കം ബാക്ക് ടു ദി ഷോ മച്ചാ. താങ്ക് യു. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. സേ ട്രൂ ഓർ ഫാൾസ്. Yes. ക്വസ്റ്റ്യൻ നമ്പർ 1. പാട്ട് പാടുന്നവർക്ക് പെട്ടെന്ന് പെണ്ണ് വീഴും. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. അതാ എനിക്കറിയില്ല. എത്ര തവണ വിനീതിന് പാട്ട് കാരണം പെണ്ണ് വീഴുന്നിട്ടുണ്ട്? എനിക്ക് പാട്ടുകാരനെ നടന്നിട്ടുള്ളൂ. കാരണം കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, ഹൈറ്റ് ഇല്ല, വേറെ പറയത്തക്ക ക്വാളിറ്റീസ് ഒന്നുമില്ല, പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2. ഫേസ്ബുക്കിൽ കാണുന്ന ഡേറ്റിലാണ് ഞാൻ കെട്ടാൻ പോകുന്നത്. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ആ ഡേറ്റ് എന്താണ്? ഓഗസ്റ്റ് 18 ഫേസ്ബുക്കിലുള്ളത്. ദാറ്റ്സ് നോട്ട് ട്രൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. പയ്യന്നൂർ കോളേജിന്റെ കഥയാണ് പറയുന്നത്. നാട്ടിലെ കോളേജിൽ പഠിക്കാത്തതിൽ ഐ റിഗ്രറ്റ്. ഐ ഡോണ്ട് റിഗ്രറ്റ്. പക്ഷെ നാട്ടിലും കൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കില്ല. ബട്ട് ഐ ലവ് മൈ കോളേജ്. ദാറ്റ്സ് വെയർ ഐ മെറ്റ് the so called person. So അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. Alright, next question. നിവിൻ പോളി സൂപ്പർ സ്റ്റാർ ആയി. ട്രൂ ഓർ ഫാൾസ്? അവനൊരു നല്ല ആക്ടറായിട്ട് ആളുകളുടെ ഇടയിൽ അറിയപ്പെടട്ടെ. അതാണ് നിവിന്റെ ആഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഹി വാണ്ട്സ് ടു ബിക്കം എ സ്റ്റാർ. ഹി വാണ്ട്സ് ടു ബിക്കം എ ഗുഡ് ആക്ടർ. മറ്റ് ചില യുവ നടന്മാരെക്കാളും മുകളിൽ എത്തിക്കഴിഞ്ഞു തട്ടത്തിൻ മറയത്ത് കാരണം നിവിൻ പോളി. അങ്ങനെയൊന്നും നമ്മൾ ക്ലെയിം ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നിവിനും ക്ലെയിം ചെയ്യില്ല. സ്റ്റേറ്റ് അവാർഡിന്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ജൂറിയെ മാറ്റി ഇനി മുതൽ ജഡ്ജിംഗ് കമ്മിറ്റി എന്നാണ് പറയാന്ന് കേൾക്കണു. അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഈ പടത്തിന് കിട്ടണം എന്ന് എനിക്ക് ആശയുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ഈ സിനിമയിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു റെക്കഗ്നിഷൻ ഉണ്ടെങ്കിൽ ഐ എം ഡെഫിനറ്റ്ലി ഹാപ്പി. എനിക്ക് കിട്ടണമെന്നില്ല. ഇഫ് സംബഡി ഈസ് ഗെറ്റിംഗ് ഐ വിൽ ബി റിയലി ഹാപ്പി. ഇനി മുതൽ സ്റ്റേറ്റ് അവാർഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ജൂറിയെ ചീത്ത പറയാൻ പാടില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അയ്യോ പാവം ജൂറി. സത്യത്തിൽ ആസ് എ ഡയറക്ടർ പറയും ജൂറിയെ ചീത്ത വിളിക്കാൻ പാടും? ചീത്തയൊന്നും വിളിക്കാൻ പാടില്ല. അഭിപ്രായ പ്രകടനങ്ങൾ നടത്തണം. അഭിപ്രായങ്ങൾ പറയാത്തൊരു സമൂഹത്തിൽ ഒരുപാട് രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഉണ്ടാവും. അല്ല, ഏതെങ്കിലും പടം അവാർഡ് കിട്ടുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ ചിരി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ജൂറിയെ ചീത്ത വിളിക്കുന്നത് കണ്ട് ചിരിച്ചിട്ടുണ്ടോ? എന്താ അതൊക്കെ വന്നിട്ടുണ്ട്. അത് പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. This is not a Vineet Srinivasan film. This is a Vineet Srinivasan magic. True or false? This is a magic that happened on Vineet Srinivasan and his team. അങ്ങനെ വേണമെങ്കിൽ പറയാം. क्या बात है. Club FM ൽ ഇത് Star Jam and right now എന്നോട് ഉണ്ട് വിനീത് ശ്രീനിവാസൻ. Star Jam with RJ Sean. Alright, so we are closing the show. Vineet, thank you so much for being on the show with me. Thank you, Shan. Club FM ന്റെ ഒഫീഷ്യൽ മഗിൽ ഓട്ടോഗ്രാഫ് ചെയ്യണം. And you have to ask a question. ആ ക്വസ്റ്റ്യൻ ആൻസർ പോസ്റ്റ് ചെയ്യുന്നത് ആരോ അവർക്ക് ഈ മഗ് സമ്മാനമായിട്ട് കിട്ടും. What's your question? തട്ടത്തിൻ മറയത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഡയലോഗ്, ആ സിനിമയിലെ ഏറ്റവും അവസാനത്തെ ഡയലോഗ് എന്താണ്? ഓപ്ഷൻ എ, ഉമ്മച്ചി കുട്ടികളുടെ മൊഞ്ചൊന്നും പോയി പോവില്ല. ഓപ്ഷൻ ബി, നിന്റെ അത്രയും ഭംഗിയുള്ള ഒരു പെണ്ണിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഓപ്ഷൻ സി, ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും പഠിച്ചോ മറക്കില്ലെന്ന് തോന്നുന്നു. And here we go. ഈ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ പോസ്റ്റ് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും? ഞാൻ ഓട്ടോഗ്രാഫ് ചെയ്യുന്ന ഒരു മഗ് ഷാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് കിട്ടും. ഫൈനലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണ് കഷ്ടം? ഒരു തിരക്കഥ ഉണ്ടാക്കുന്നതാണോ ഒരു മെഷീൻ ഉണ്ടാക്കുന്നതാണോ? ഏതാ കൂടുതൽ തലവേദന പിടിച്ച പണി? കുറച്ചുകൂടെ എളുപ്പം മെഷീൻ ഉണ്ടാക്കുന്നതായിരിക്കും. തിരക്കഥ ഉണ്ടാക്കൽ തലവേദന പിടിച്ച പണി തന്നെയാണ്. മെഷീൻ ഉണ്ടാക്കാൻ അതിന് ഒരു അപ്രോച്ച് ഉണ്ടാവുമല്ലോ. റെക്കഗ്നിഷൻ ഓഫ് നീഡ്, ഡെഫിനിഷൻ ഓഫ് എ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു സിന്തസിസ്, അനാലിസിസ്, ഓപ്റ്റിമൈസേഷൻ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ. പഠിച്ചിട്ടുണ്ടല്ലേ? അത് മാത്രം പഠിച്ചിട്ടുണ്ട്. എന്താണ് സപ്ലി അടിച്ചിട്ടില്ലല്ലേ? സപ്ലി ഒരു തവണ അടിച്ചിട്ടുണ്ട്. ഇത് സപ്ലി അടിച്ച് എഴുതിയ പേപ്പറാ. അപ്പൊ കഥയും തിരക്കഥയും പറയും കേൾക്കട്ടെ. ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. തിരക്കഥ ഒരു ഐഡിയ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ വന്നിട്ട് കൂവില്ല. ഒരു മെഷീൻ കണ്ടിട്ട് ആരെങ്കിലും കൂവോ? വിനീതിന്റെ പടം കണ്ട് കൂവിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ? മലർവാടിയിൽ 1-2 സീനൊക്കെ കൂവിയിട്ടുണ്ടോ? തട്ടത്തിൻ മറയത്ത് കണ്ടപ്പോ ഒരു സീന് അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ കൂവലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി എന്ത് ചെയ്യും, ഇതിനും കൂവിയാ ഞാൻ എന്ത് ചെയ്യും? വിനീത് കൂവിട്ടുണ്ടോ പടം കണ്ടിട്ട്? ഏത്? രാം ഗോപാൽ വർമ്മയുടെ ജംഗിൾ. ഒന്ന് കേക്കട്ടെ ആ കൂവിയ കൂവ്. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ കൂവിന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പൊ കൂവാറില്ല. അതുകൊണ്ട് എന്റെ പടത്തിന് ആരും കൂവരുത് പ്ലീസ്. ക്ലബ് എഫ് എം, സ്റ്റാർ ജാം, നോ ഗ്യാരണ്ടി. ടൺ കണക്കിന് കൂവലെവിടെ?